നെഹമ്യാവ് 11-ാം അധ്യായം. ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരൂശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരൂശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റ് പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരൂശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരൂശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരൂശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീന്യരും പാർത്തു. യഹൂദ്യർ ആരെല്ലാം എന്നാൽ, പേരസിന്റെ പുത്രന്മാരിൽ മഹലലേലിന്റെ മകനായ അമര്യാവിന്റെ മകനായ സഖര്യാവിന്റെ മകനായ ഉസ്സിയാവിന്റെ മകൻ അഥായാവും, ശിലോന്യന്റെ മകനായ സഖര്യാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കൊൽഹോസയുടെ മകനായ ബാരൂക്കിന്റെ മകൻ മൈസേയാവും തന്നെ. യെരൂശലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ 468 പരാക്രമശാലികൾ. ബെന്യാമീന്യർ ആരെല്ലാം എന്നാൽ, സല്ലു, അവൻ മെശുല്ലാമിന്റെ മകൻ, അവൻ യോവേദിന്റെ മകൻ, അവൻ പെദായാവിന്റെ മകൻ, അവൻ കോലായാവിന്റെ മകൻ, അവൻ മൈസേയാവിന്റെ മകൻ, അവൻ ഇഥിയേലിന്റെ മകൻ, അവൻ യെശയ്യാവിന്റെ മകൻ. അവന്റെ ശേഷം ഗബ്ബായി, സല്ലായി, ആകെ 928 പേർ. സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനും ആയിരുന്നു. പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യദായാവും യാഖീനും, അഹീതൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെശുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദേവാലയ പ്രഭുവായ സെരായാവും, ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും, മൽക്കിയാവിന്റെ മകനായ പശ്ഹൂരിന്റെ മകനായ സഖര്യാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യൊരോഹാമിന്റെ മകൻ ആദായാവും, പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ 242 പേരും, ഇമ്മേരിന്റെ മകനായ മെശില്ലേമോത്തിന്റെ മകനായ അഹ്സായിയുടെ മകനായ അസ്രേലിന്റെ മകൻ അമശേസായിയും അവരുടെ സഹോദരന്മാരായ 128 പരാക്രമശാലികളും. ഇവരുടെ പ്രമാണി ഹഗേദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു. ലേവ്യരിൽ ബൂനിയുടെ മകനായ ഹശബ്യാവിന്റെ മകനായ അസ്രീക്കാമിന്റെ മകനായ അശൂബിന്റെ മകൻ ശമയ്യാവും, ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബ്ബത്തായും യോസാബാദും, ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ, അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബൂക്യാവും, യെദൂഥൂന്റെ മകനായ ഗാലാലിന്റെ മകനായ ശമ്മൂവയുടെ മകൻ അബ്ദയും തന്നെ. വിശുദ്ധ നഗരത്തിൽ ഉള്ള ലേവ്യർ ആകെ 284 പേർ. വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും 172 പേർ. ശേഷം ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു. ദേവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു. സീഹയും ഗിഷ്പയും ദേവാലയദാസന്മാരുടെ പ്രമാണികൾ ആയിരുന്നു. ദേവാലയത്തിലെ വേലയ്ക്ക് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹശബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസ്സി ആയിരുന്നു. സംഗീതക്കാരെക്കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യച്ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു. യഹൂദയുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ മേശേസബേലിന്റെ മകനായ പെഥഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു. ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ, യഹൂദ്യരിൽ ചിലർ കിര്യത്ത് അർബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ദീബോനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, യക്കബ്സയേലിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, യേശുവയിലും മോലാദയിലും ബേത്ത് പേലേദിലും ഹസർ ശൂവാലിലും ബേർഷേബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, സിക്ലാഗിലും മെഖോനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഏൻ രിമ്മോനിലും സോരയിലും യാർമൂത്തിലും സനോഹിയിലും അതുല്ലാമിലും
അവയുടെ ഗ്രാമങ്ങളിലും ലാഖീശിലും അതിൻ്റെ വയലുകളിലും അസേക്കയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തു. അവർ ബേർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു. ബെന്യാമീന്യർ ഗേബ മുതൽ മിക്മാശ് വരെയും അയ്യയിലും ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമയിലും ഗിഥായീമിലും ഹാദീദിലും സെബോയീമിലും നെബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു. യഹൂദയിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു. അധ്യായം 12. ശെയൽതീയേലിൻ്റെ മകനായ സെരൂബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത്: സെരായാവ്, ഇരമ്യാവ്, എസ്ര, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂഷ്, ശെഖന്യാവ്, രഹൂം, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നേഥോയ്, അബിയാവ്, മിയാമീൻ, മയദ്യാവ്, ബിൽഗ, ശെമയ്യാവ്, യോയാരീബ്, യദായാവ്, സല്ലു, ആമോക്, ഹിൽക്കിയാവ്, യദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാർ ആയിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മീയേൽ, ശേരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാശീബിനെ ജനിപ്പിച്ചു. എല്യാശീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാഥാനെ ജനിപ്പിച്ചു. യോനാഥാൻ യദ്ദൂവയെ ജനിപ്പിച്ചു. യോയാക്കീമിൻ്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ: സെറായ കുലത്തിന് മെരയ്യാവ്, ഇരമ്യ കുലത്തിന് ഹനന്യാവ്, എസ്ര കുലത്തിന് മെശുല്ലാം, അമര്യ കുലത്തിന് യഹോഹാനാൻ, മല്ലൂക്ക് കുലത്തിന് യോനാഥാൻ, ശെബന്യ കുലത്തിന് യോസെഫ്, ഹരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സെഖര്യാവ്, ഗിന്നേഥോൻ കുലത്തിന് മെശുല്ലാം, അബിയ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മോവദ്യ കുലത്തിനും പിൽതായ്, ബിൽഗ കുലത്തിന് ശമ്മൂവ, ശെമയ്യ കുലത്തിന് യഹോനാഥാൻ, യോയാരീബ് കുലത്തിന് മഥേനായി, യദായ കുലത്തിന് ഉസ്സി, സല്ലായി കുലത്തിന് കല്ലായി, ആമോ കുലത്തിന് ഏബർ, ഹിൽക്കിയ കുലത്തിന് ഹശബ്യാവ്, യദായ കുലത്തിന് നെഥനയേൽ, എല്യാശീബ്, യോയാദ, യോഹാനാൻ, യദ്ദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവേശിൻ്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതിവെച്ചു. ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാശീബിൻ്റെ മകനായ യോഹാനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹശബ്യാവ്, ശേരബ്യാവ്, കദ്മീയേലിൻ്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മഥന്യാവും ബക്ബൂക്യാവ്, ഓബദ്യാവ്, മെശുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഇവർ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിൻ്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിൻ്റെയും ശാസ്ത്രിയായ എസ്ര പുരോഹിതൻ്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വ വാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരുശലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവെത്തിൻ്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിൽ ഒന്ന് മതിലിന്മേൽ വലതുഭാഗത്തു കൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ
പാതിപേരും നടന്നു. അസര്യാവും എസ്രയും മെശുല്ലാമും യഹൂദയും ബെന്യാമീനും ശമയ്യാവും യിരെമ്യാവും കാഹളങ്ങളോട് കൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ശമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സഖര്യാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോട് കൂടെ അവന്റെ സഹോദരന്മാരായ ശമയ്യാവ് അസരിയേലും മീലാലായിയും ഗീലാലായിയും മായായിയും നെഥനയേലും യഹൂദയും ഹനാനിയും നടന്നു. എസ്ര ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രൈം വാതിലിനിപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹവാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോട് കൂടെയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു. കാഹളങ്ങളോട് കൂടെ എല്യാക്കീം, മയസേയാവ്, ബിന്യാമീൻ, മീഖായാവ്, എല്യോവേനായി, സെഖര്യാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസേയാവ്, ശമയ്യാവ്, എലയാസാർ, ഉസി, യഹോഹാനാൻ, മൽക്കിയാവ്, ഏലാം, ഏസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആയുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രയേലും സെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു. അധ്യായം 13. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെ ഒക്കെയും ഇസ്രയേലിൽ നിന്ന് വേർപിരിച്ചു. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശി പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തുരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തഹ്ശഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറെ എല്യാശീബ് തോബിയാവിന് ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അത് എനിക്ക് അത്യന്തം വ്യസനമായത് കൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടുസാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തുരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താൻ താൻ്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പ്രമാണികളെ ശാസിച്ചു.
ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗൃഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശേലെമ്യ പുരോഹിതനെയും സാദോക്ക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മഥന്യാവിൻ്റെ മകനായ സക്കൂരിൻ്റെ മകൻ ഹാനാനെയും ഭണ്ഡാരഗൃഹങ്ങളുടെ മേൽ വിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എൻ്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുതേ. ആ കാലത്ത് യഹൂദയിൽ ചിലർ ശബ്ബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബ്ബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സോര്യരും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്നു ശബ്ബത്തിൽ യഹൂദ്യർക്കും യെരൂശലേമിലും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബ്ബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ശബ്ബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രയേലിന്മേൽ ഉള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബ്ബത്തിന് മുമ്പേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബ്ബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു. ശബ്ബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും 1-2 പ്രാവശ്യം യെരൂശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്ന് അവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബ്ബത്തിൽ വരാതെയിരുന്നു. ലേവ്യരോട് ഞാൻ ശബ്ബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരും ആയ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ചു, ശപിച്ചു. അവരിൽ ചിലരെ അടിച്ചു, അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും അരുത് എന്ന് ആജ്ഞാപിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു. ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലൊരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാരത്തികളായ ഭാര്യമാർ വശീകരിച്ചു പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ മകൻ ഹോരോന്യനായ സൻബല്ലത്തിൻ്റെ മരുമകൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടേണമേ. ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തന് താന്താൻ്റെ വേലയിൽ ശുശ്രൂഷാക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ.